എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തായാലും ചാവുന്നതിന് മുമ്പ് അയച്ച ആളിന്റെ പേരൊന്ന് അറിഞ്ഞു വെച്ചോ. ജഗന്നാഥൻ. ജഗന്നാഥൻ സാറിന്റെ ആൾക്കാരാ ഞങ്ങള്. എന്ത് കഷ്ടോ ചേട്ടന്മാരെ. ജഗന്നാഥൻ എന്ന് വെച്ചാൽ അറിയാമോ? ലോകത്തിന്റെ നാഥൻ. ലോകത്തെ സംരക്ഷിക്കേണ്ട ആള്. സംരക്ഷിക്കേണ്ട ആള് സംഹരിക്കാൻ ആളെ അയക്കുന്നത് കഷ്ടമല്ലേ? നീ ആരാട ചെക്ക? നിന്നെ തീർക്കാനാ പറഞ്ഞേക്കുന്നേ. മാറി നിന്നാ നിനക്കൊള്ളാം. എങ്ങനെ? കണ്ണനെ തീർക്കുന്നു? എന്നാ ഒന്ന് കാണട്ടെ. അഖിൽ സാറേ, ഇവര് ശ്യാമചേച്ചിയെ ആക്രമിക്കാൻ വരുന്നോന്ന് വിചാരിക്ക്. ശക്തി കിട്ടും. വാടാ വാടാ, ഓടിക്കോടാ, ഓടിക്കോ, 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 ഓടിക്കോ. അഖിൽ സാറേ, സാറ് തളർന്നോ? എത്ര എണ്ണത്തിനെ ഒറ്റയ്ക്ക് അടിച്ചിട്ടത്? സാറൊരു ഭയങ്കരൻ തന്നെ. സാറുള്ളപ്പോ ശ്യാമേച്ചിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ശ്യാമ എവിടെ? അത് പറ. ദാ എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ചു ദൂരം കൂടെ ചെന്നാ നമ്മൾ ലക്ഷ്യത്തിലെത്തും. എങ്ങോട്ടാ നീ പോകുന്നേ? ആ പറയാന്നേ. അമ്മേ, ഞാൻ റെഡി. എങ്ങോട്ടാണാവോ യാത്ര? ഇവളെ സോപ്പിട്ട രഹസ്യങ്ങൾ കിട്ടും. അനുക്കുട്ടി, എളയമ്മേ. എളയമ്മയുടെ അനുക്കുട്ടി എങ്ങോട്ടാ പോണേ? ആശുപത്രി പോവാ. ആണോ? പക്ഷെ എനിക്ക് ആശുപത്രി പോവാൻ പേടിയാ. അതെന്താ അനുക്കുട്ടിക്ക് ആശുപത്രി പോവാൻ പേടി? എന്റെ ക്ലാസ്സിലെ ശ്രീകുട്ടിയുടെ അമ്മ അവിടെ ഉണ്ട്, അശ്വതി ആന്റി. ആ ആന്റി അമ്മയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ അച്ഛനുമായി വഴക്കായേ. മോളുടെ ക്ലാസ്സിലെ ഏത് കുട്ടിയുടെ അമ്മയാ അശ്വതി ആന്റി? ശ്രീകുട്ടി. ശ്രീകുട്ടി, അശ്വതി. മോളെ, ശ്രീകുട്ടി, അശ്വതി. അമ്മേ, ഐശ്വര്യ എന്താ പറഞ്ഞത്? അശ്വതിന്ന് എന്തോ കേട്ടു. നമ്മുടെ അപ്പച്ചിയുടെ നാള് അശ്വതിയല്ലേ? അപ്പച്ചി പറഞ്ഞു അപ്പച്ചിയുടെ നാളിലൊരു അർച്ചന കൊടുക്കണോന്ന്. അല്ല, അമൃതേടത്ത് എങ്ങോട്ട് പോകുന്നു? അനു പറഞ്ഞു കാണുമല്ലോ എങ്ങോട്ടാ പോകുന്നേന്ന്. ഞാനത് മറന്നു. ആശുപത്രിയിലേക്കല്ലേ?
സത്യത്തിൽ എനിക്കും ആശുപത്രി വരണമെന്നുണ്ട്. പക്ഷേ അമ്മയുടെ അവസ്ഥ എനിക്ക് കാണാൻ വയ്യ. എടുത്തി, ഞാനൊരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ. സ്നേഹത്തോട് പറയാനോ? ഐശ്വര്യോ? എന്തായാലും പറഞ്ഞോ, കേൾക്കാം. അന്ന് ആശുപത്രിയിൽ നിന്ന് വന്നപ്പോ വല്ലാതെ വിഷമിച്ചിരുന്നു എടുത്തി. ഇത്തവണ അങ്ങനെയൊന്നും വിഷമിക്കരുത്. ഏടത്തേക്ക് സങ്കടം വരുന്നത് കണ്ട എനിക്കും സങ്കടം വരും. മോളുവാ. അണ്ണാ, നീ എന്നിത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? അതൊക്കെ ഉണ്ട്, വാ. സാറേ വാ, വാന്നേ. അങ്ങനെ നമ്മൾ അവസാനം ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ശ്യാമ എവിടെ കണ്ണാ? ധൃതി വെക്കാതകിൽ സാറേ, ശാന്തനാവ്. എടാ, നീ എന്താ പറ്റിക്കാണോ? ശ്യാമ എവിടെ? പറയാം. അതിനുമുമ്പ് സാറൊന്ന് കണ്ണടച്ചേ. എന്താ? സാറൊന്ന് കണ്ണടയ്ക്ക്. ഇനി സാറൊന്ന് ശ്രദ്ധിച്ചേ. ശ്യാമേച്ചിയുടെ ശബ്ദം സാർ കേൾക്കുന്നുണ്ടോ? അഖിൽ സാർ! ശ്യാമേ, ശ്യാമ ഇവിടെ എവിടെ ഉണ്ട്? എവിടെയാ ശ്യാമ ഉള്ളത്? സാറ് ഈ വിഗ്രഹം കണ്ടോ? ഈ വിഗ്രഹത്തിന് മുന്നില് ശ്യാമേച്ചി പണ്ടൊന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? പറഞ്ഞില്ലേ സാറേ, ശ്യാമേച്ചിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ശ്യാമേച്ചിയെ തൊഴുന്ന ഈ കൃഷ്ണന്റെ മുമ്പില് സാറിനെയും കൂടെ തൊഴിക്കാനാ ഞാൻ സാറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സാറിന് വേണ്ടി പലപ്പോഴും ശ്യാമേച്ചി പൂജകൾ നടത്തി. അതും കഠിനമായ പൂജകള്. പ്രയാസപ്പെട്ട് ദൈവത്തെ തൊഴുതു. അപ്പോ ശ്യാമേച്ചിക്ക് വേണ്ടി സാർ കുറച്ച് കഷ്ടപ്പെട്ട് കണ്ണന് തൊഴണ്ടേ? നീ പറഞ്ഞതൊക്കെ നേരാടാ. കാടും മേടും ഒക്കെ താണ്ടി ദാ ഇവിടെ വന്ന് ശ്യാമയ്ക്ക് വേണ്ടി തൊഴുമ്പോ മനസ്സിന് ഒരു സുഖമുണ്ട്. ഇതെന്തിനാ അഴിക്കുന്നെ? പ്രേമം കിട്ടാൻ. പ്രേമം കിട്ടാനോ? അതെ സാറേ, ശ്യാമേച്ചിക്ക് വേണ്ടിയല്ലേ ഇത് പൊള്ളിച്ചത്. ഇത് കാണുമ്പോ ശ്യാമേച്ചിക്ക് ഇഷ്ടം കൂടും. നിനക്ക് എല്ലാം അറിയാലോടാ. സാർ, ഇതാ. ഇതെന്താ? സാറേ, ഈ കുങ്കുമം
ശ്യാമേച്ചിയുടെ നെറ്റി തൊട്ടു കൊടുക്കണം. അത് ശ്യാമേച്ചിക്ക് നേട്ടങ്ങൾ കൊണ്ടുവരും. ഇന്ന് രാത്രി തന്നെ ചിലപ്പോ അതിന്റെ സൂചനകൾ കിട്ടും. എന്ത് സൂചനകള്? ശ്യാമേച്ചി വലിയൊരു ആളാകാൻ പോകുന്നതിന്റെ സൂചനകള്. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ശ്യാമ എവിടെ, അത് പറ. ശ്യാമേച്ചി വീട്ടിലെത്താറായല്ലോ. ശ്യാമ വീട്ടിലെത്താറായെന്നോ? ശ്യാമേച്ചി അഖിൽ സാറിന്റെ വീട്ടില് ദാ ഇപ്പൊ എത്തും. കണ്ണ, നീ എന്നെ പറ്റിക്കാൻ പറയല്ലേ? സാറിന്റെ കണ്ണിലേക്കൊന്ന് നോക്ക്. എന്നിട്ട് പറ, കള്ളമാണോ സത്യമാണെന്ന്. നീ പറഞ്ഞ സത്യ. ശ്യാമ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു കണ്ണ. എന്നാ പിന്നെ സാറ് വീട്ടിലേക്ക് പോയിക്കോ. കണ്ണ, നീ ആരാ? പറഞ്ഞല്ലോ, ഞാൻ കണ്ണൻ. സാറ് ശ്യാമേച്ചിയെ കാണാതെ വീട്ടിൽ കൃഷ്ണന്റെ ബിംബത്തിൽ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചപ്പോ കൃഷ്ണനോട് പറഞ്ഞില്ലേ ശ്യാമേച്ചി അന്വേഷിച്ചു പോകുമ്പോ കൃഷ്ണനെ സാറിന്റെ അടുത്ത് കൊണ്ടുവരുമെന്ന്? ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ശ്യാമേച്ചിയുടെ ഭർത്താവല്ലേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാണോന്ന് എനിക്കറിയാം. എന്തായാലും കൃഷ്ണൻ വന്നില്ലേലും ഈ കണ്ണൻ വന്നല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏതായാലും കണ്ണ, ഞാൻ നിന്നെ മറക്കില്ല. സാറ് വെക്കോ, നമ്മൾ ഇനിയും കണ്ടോണ്ടിരിക്കും. സാറ് വേഗം വെക്കോളൂ. കാറിന്റെ അടുത്ത് തന്നെ, ദൂരം കുറെ കിടക്കയല്ലേ. ശരി കണ്ണ. ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? അമ്മേ, എടുത്തി അമ്മേ, ഇവരെല്ലാരും എവിടെ പോയി? ദൈവമേ, എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്തു പറ്റി? എല്ലാരും ഇതെവിടെ പോയി? കൃഷ്ണ, നീ ഊരുതണ്ടലും കഴിഞ്ഞ് വന്നോ? ഇവിടെ മറ്റാരെയും കാണുന്നില്ലല്ലോ ഐശ്വര്യ എടുത്തി. അമ്മ അമൃത എടുത്തിയൊക്കെ എവിടെ പോയതാ? ഇവിടെ നടന്ന പുകിലുകളൊന്നും നീ അറിഞ്ഞില്ലല്ലോ. പുകിലുകളോ? എന്ത് പുകിലുകള്? ഹോ, ഒന്നും പറയണ്ട. 2 മക്കളുടെ അച്ഛനായ ഒരുത്തന്റെ ചുറ്റിക്കളി. ചുറ്റിക്കളിയോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഐശ്വര്യത്തെ കാര്യം എന്താന്ന് തുറന്നു പറയാ. ഒന്ന് പെടയ്ക്കാതെ നിക്കടി. ഈ വീട്ടിൽ നടന്ന കാര്യമായതുകൊണ്ട് നിന്നോട് പറയാം. ഐശ്വര്യത്തെ കാര്യം തുറന്നു പറയാ. അതെ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. നിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായ അമൃതയും. അപ്പോ അമൃത എടുത്തി ഐശ്വര്യ എടുത്തിയുടെ ആരുമല്ലേ? ആ, എന്റെയും ഏട്ടത്തിയൊക്കെ തന്നെയാ. പക്ഷേ അവര് എനിക്കൊരു പാരയാ. അതുകൊണ്ട്
ഞാൻ അവരെ എന്റെ ഹൃദയത്തിലൊന്നും പ്രതിഷ്ഠിച്ചിട്ടില്ല. എന്താ നടന്നെന്നെങ്കിലും ഒന്ന് പറയാ. എടി, ആദ്യേട്ടന്റെ ഏതോ ഒരു തരികിടയെ അരുണും അമൃതയും കൂടെ ചോദ്യം ചെയ്തു. മക്കള് തമ്മിൽ അടിപിടി കൂടുന്ന അവസ്ഥ കണ്ടപ്പോ മധുരല്ലോതെ താഴെ കിടക്കുന്നു. ബോധം കെട്ട് വീണെന്ന്. എന്നിട്ടിപ്പോ ഹോസ്പിറ്റലിലാ. ഏത് ഹോസ്പിറ്റലില്? ആ, SR ഹോസ്പിറ്റലാന്ന് തോന്നുന്നു. എന്റെ കണ്ണ, അമ്മയ്ക്കൊന്നും വരുത്തല്ലേ. അമ്മയെ കാത്തോണേ എന്റെ ഗുരുവായൂരപ്പ. അവളുടെ ഒരു കൃഷ്ണ പ്രാർത്ഥന. തട്ടിക്കളി നോക്കിയാലും അവള് രക്ഷപ്പെടും. ഇവളാണോ കൃഷ്ണന്റെ ഭക്ത, അതോ കൃഷ്ണനാണോ ഇവളുടെ ഭക്തൻ? മോശം പിടിച്ചവള്. വസുന്ധര, വർമ്മയോടും മക്കളോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സന്ദർഭത്തിലും ടെൻഷൻ അടിക്കരുത്. എല്ലാവരോടും വീണ്ടും പറയുക, മനസ്സിന് സമ്മർദ്ദമുണ്ടാക്കുന്ന അവസരങ്ങൾ ഉണ്ടാവരുത്. ദാ എല്ലാവരും ചുറ്റിലുണ്ട്. മനസ്സൊക്കെ ജോളിയായിട്ടിരിക്കണം. അല്ല, ശ്യാമ എവിടെ അനന്തേട്ടാ? ശ്യാമ അമ്പലത്തിൽ പോയിരിക്കല്ലേ? ഞാനത് മറന്നുപോയി. അപ്പോ ICUവിൽ എന്റെ അടുത്ത് വന്നതോ അത് ശ്യാമയായിരുന്നല്ലോ. അതെനിക്ക് ഉറപ്പാ. ആരായി ശ്യാമ? എന്റെ ഇളയമകൻ അഖിലിനെ ഡോക്ടർക്ക് അറിയില്ലേ? അവന്റെ വൈഫാ ശ്യാമ. ശ്യാമ ഒരു അമ്പലത്തിൽ പോയിരിക്കുക. ഒരു വലിയ കൃഷ്ണഭക്തയാ. സോമജി പറഞ്ഞതനുസരിച്ച് അമ്പലം വരെ പോയതാ. അത് ശരി. അപ്പൊ ആ ശ്യാമയെ കുറിച്ചാണല്ലേ സെഡേഷനിലായിരുന്നപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്? ഡോക്ടർ എന്താ? അല്ല, സിസ്റ്റർമാരാ പറഞ്ഞത്. ശ്യാമ വന്നോ, ശ്യാമ എവിടെ, ശ്യാമ എവിടെ നിൽക്കുന്നു, ശ്യാമയെ കാണണോന്നൊക്കെ പറഞ്ഞു. ശ്യാമയുടെ അത്രയ്ക്ക് ഇഷ്ടമാണോ? സത്യം പറയാം, എനിക്ക് ശ്യാമയോട് അത്രയ്ക്കൊരു... പക്ഷേ ശ്യാമയെ എന്റെ കിടക്കക്കരിയിൽ ഞാൻ കണ്ടതാ. ശ്യാമ ഇവിടെ ഉണ്ടല്ലേ?